വെൽക്കം ടു പ്രിപ്പ് അക്കാഡമി. ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേരിയസ് യൂണിവേഴ്സിറ്റീസ് അണ്ടർ CUT UG, അതിൽ കോഴ്സസിലേക്ക് ഏതൊക്കെ ഡൊമൈൻസ് ആണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിഷ്യലി നമ്മൾ നോക്കുന്നത് അപ്ലൈഡ് ജിയോളജി, BSc ഓണേഴ്സ് അപ്ലൈഡ് ജിയോളജി ഇൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ആണ് നമ്മൾ അതിന്റെ ഡൊമൈൻ ചൂസ് ചെയ്യേണ്ടത്. BScയുടെ ഒരുപാട് പ്രോഗ്രാംസും BA ഓണേഴ്സിന്റെ ഒരുപാട് പ്രോഗ്രാംസും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. BSc ഓണേഴ്സ് കെമിസ്ട്രിക്ക് നമ്മൾ എടുക്കേണ്ട സബ്ജക്ട്സ് ഫിസിക്സും കെമിസ്ട്രിയും, ആൻഡ് അലോങ് വിത്ത് ദാറ്റ് വി ഷുഡ് either choose മാത്സ് ഓർ ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ്. മാത്സ് അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പ്ലസ് നമ്മൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മാൻഡേറ്ററി ആയിട്ട് എടുക്കണം. മൊത്തം 3 ഡൊമൈൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. BSc ഓണേഴ്സ് ഫിസിക്സിനാണെങ്കിൽ ഫിസിക്സും മാത്തമാറ്റിക്സും പിന്നെ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതിയാവും. ഫിസിക്സും മാത്തമാറ്റിക്സും മാൻഡേറ്ററി ആണ്, പക്ഷെ നമുക്ക് കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്താൽ മതിയാവും. BSc ഓണേഴ്സ് മാത്തമാറ്റിക്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്സ് മാത്രമാണ് അതിന്റെ ഡൊമൈൻസ് ആയിട്ട് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്. മാത്തമാറ്റിക്സ് മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അപ്ലൈഡ് മാത്തമാറ്റിക്സ് അല്ല, മാത്തമാറ്റിക്സ് മാത്രം നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് BSc ഓണേഴ്സ് മാത്തമാറ്റിക്സിനുള്ള എലിജിബിലിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഫോർ BSc ഓണേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് 2 ഡൊമൈൻസ് നമ്മൾ ചൂസ് ചെയ്യണം. ഒന്ന് മാത്തമാറ്റിക്സും രണ്ടാമത്തെ ഫിസിക്സും ആണ്. 2 ഡൊമൈനും മാൻഡേറ്ററി ആണ്. മാത്സ് ആൻഡ് ഫിസിക്സ് ഡൊമൈൻ ആയിട്ട് ചൂസ് ചെയ്താലാണ് നമുക്ക് BSc ഓണേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഫോർ BSc ഓണേഴ്സ് ലൈഫ് സയൻസസ് നമുക്ക് 3 ഡൊമൈൻസ് ചൂസ് ചെയ്യണം. ഫസ്റ്റ് വൺ ഇസ് ബയോളജി, സെക്കൻഡ് വൺ ഇസ് കെമിസ്ട്രി ആൻഡ് തേർഡ് വൺ ഇസ് ഫിസിക്സ്. ആൻഡ് ഫോർ ബയോ ഇൻഫോർമാറ്റിക്സ്, BSc ഓണേഴ്സിന് ബയോ ഇൻഫോർമാറ്റിക്സിന് സെയിം ആണ്. നമ്മൾ 3 എണ്ണമാണ് ചൂസ് ചെയ്യേണ്ടത്, ബയോളജി, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. അതുപോലെ തന്നെ BSc ഓണേഴ്സ് സൈക്കോളജിക്ക് നമ്മൾ സൈക്കോളജി മാത്രം ഒരു ഡൊമൈൻ ആയിട്ട് ചൂസ് ചെയ്താൽ മതിയാവും. പല യൂണിവേഴ്സിറ്റീസും പല ക്രൈറ്റീരിയ നമുക്കറിയാമല്ലോ. അപ്പം സൈക്കോളജിക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജും അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജും പ്ലസ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണ്. പക്ഷേ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സൈക്കോളജി മാത്രം ഒരു ഡൊമൈൻ ആയിട്ട് ചൂസ് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സൈക്കോളജി ഒരു കോഴ്സായിട്ട് നമ്മൾ കോമൺ ആയിട്ട് പല യൂണിവേഴ്സിറ്റീസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഈ ഡൊമൈനും അതുപോലെ തന്നെ നമ്മൾ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും എടുക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഒരു സേഫ് സൈഡിൽ. ആൻഡ് ഫോർ BSc ഓണേഴ്സ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് ഏതെങ്കിലും ഒരു ഡൊമൈൻ എടുത്താൽ മതിയാവും. അത് അഗ്രികൾച്ചർ ആവാം, ബയോളജി ആവാം, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആവാം. നമുക്കറിയാം എൻവയോൺമെന്റൽ സ്റ്റഡീസ് നമ്മൾ ചില സിലബസിലൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫോർ ISc സിലബസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ബയോളജി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫോർ BSc ഓണേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അതിൽ നമുക്ക് ഫിസിക്സ് ഒരു മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. സെക്കൻഡ് ഡൊമൈൻ ആയിട്ട് നമുക്ക് മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം, ഏതർ മാത്തമാറ്റിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ്. ആൻഡ് തേർഡ് ഡൊമൈൻ ആയിട്ട് നമുക്ക് ഒന്നെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താലും നമുക്ക് കമ്പ്യൂട്ടർ സയൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഫോർ BA ഓണേഴ്സ് ഇൻ ഹിസ്റ്ററി നമുക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ ആന്ത്രോപോളജി അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഓർ നോളജ് ട്രഡീഷണൽ പ്രാക്ടീസസ് ഇൻ ഇന്ത്യ, ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നമ്മൾ ചൂസ് ചെയ്താൽ മതിയാവും. ആൻഡ് കമ്മിങ് ടു പൊളിറ്റിക്കൽ സയൻസ്, BA ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസിൽ വരുന്ന യു ക്യാൻ ചൂസ് either പൊളിറ്റിക്കൽ സയൻസ് ഓർ സോഷ്യോളജി ഓർ ഹിസ്റ്ററി ഓർ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതിയാവും. And for BA honors in sociology, you can either choose sociology or history or general aptitude test. Almost similar ആയിട്ടാണ് എല്ലാം വരുന്നത്. അപ്പോൾ ഹിസ്റ്ററി ചൂസ് ചെയ്താൽ തന്നെ നമുക്ക് പല ടോപ്പിക്സിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചൂസ് ചെയ്താലും you will be able to apply for many courses. And for BA honors in philosophy, you can take general aptitude test as your domain. വേറെ ഒന്നും ഓഫർ ചെയ്യുന്നില്ല, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രമേ ഒരു ഡൊമൈൻ ആയിട്ട് പറയുന്നുള്ളൂ ഫോർ ഫിലോസഫി. And for media and communication, BA in media and communication, you can either choose mass media or computer science or psychology or history or political science. ഇതിൽ ഏതെങ്കിലും 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഡൊമൈൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BA ഓണേഴ്സ് ഇൻ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷന് എലിജിബിൾ ആയിരിക്കും. ആൻഡ് ഫോർ BA in economics, you can choose either economics or business economics. Economics അല്ലെങ്കിൽ business economics നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. And for BA Honours in English, you have to choose English language as your subject. വേറെ ഒന്നും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല for പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി.
And for BA Honors in French Translation and Interpretation, you have to choose General Aptitude Test as your subject. And for BComന്റെ ഓണേഴ്സ് നമുക്ക് മെയിൻ ക്യാമ്പസിലും ഉണ്ട്, അതുപോലെ തന്നെ കാരക്കൽ ക്യാമ്പസിലും ഉണ്ട്. ഈ രണ്ട് ക്യാമ്പസിൽ നമുക്ക് വരുന്നത് സിമിലർ ഡൊമൈൻ സബ്ജക്ട്സ് ആണ്. യു ക്യാൻ എയ്തർ ചൂസ് അക്കൗണ്ടൻസി ഓർ ബിസിനസ് സ്റ്റഡീസ് ഓർ എക്കണോമിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ്. ഇതിൽ നാലിൽ ഏതെങ്കിലും ഒരു ഡൊമൈൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BCom ഓണേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. And for BBA honors, you have to choose business studies as your മാൻഡേറ്ററി ആയിട്ടൊരു സബ്ജക്റ്റ് ഇടുമ്പോൾ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ടാണ് ബിസിനസ് സ്റ്റഡീസ് ഇവർ പറയുന്നത്. ആൻഡ് ഫോർ ബാച്ചുലർ ഇൻ പെർഫോമിംഗ് ആർട്സ്, അത് രണ്ടെണ്ണമാണ് ഓഫർ ചെയ്യുന്നത്, ഡ്രാമ ആൻഡ് തിയേറ്റർ ആർട്സ്. ഇതിൽ നമ്മൾ യു ക്യാൻ either ചൂസ് പെർഫോമിംഗ് ആർട്സ് ആസ് യുവർ ഡൊമൈൻ ഓർ യു ക്യാൻ ചൂസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സിമിലർലി ഫോർ ബാച്ചുലർ ഇൻ വിഷ്വൽ ആർട്സ്, അത് പെയിന്റിംഗ് ആണ്. അതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന 3 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണമാണ്. ഏത് യു ക്യാൻ ചൂസ് കൊമേഴ്ഷ്യൽ ആർട്സ് ഓർ വിഷ്വൽ ആർട്സ് ഓർ ഫൈൻ ആർട്സ്. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ പറ്റും. പല കോളേജസും ഈ വിഷ്വൽ ആർട്സിനും അതുപോലെ തന്നെ പെർഫോമിംഗ് ആർട്സിനും ഒരു പാരലൽ ആയിട്ടൊരു എക്സാം വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് വെക്കാറുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ഇതുവരെ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ഇറ്റ് വിൽ ബി സോൾലി ബേസ്ഡ് ഓൺ CUT UG എന്നാണ് പറയുന്നത്. പക്ഷേ there is a probability that some kind of പ്രാക്ടീസ് ബേസ്ഡ് ടെസ്റ്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒരു 4 to 5 ടൈപ്സ് ഓഫ് BTech ഓഫർ ചെയ്യുന്നുണ്ട് അണ്ടർ CUT UG ഇൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൽ സയൻസ് സ്ട്രീം എടുത്ത കുട്ടികൾ അവരത് എടുത്തിരിക്കുന്നത് ഫിസിക്സ് പ്ലസ് മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുള്ളവർ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അതിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഡൊമൈൻസും മാത്സ് കമ്പൽസറി ആണ്, ഫിസിക്സും കമ്പൽസറി ആണ്. തേർഡ് ഓപ്ഷനായിട്ട് നമുക്ക് കെമിസ്ട്രി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് ഒരു ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഏതർ കെമിസ്ട്രി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഒരു ഓപ്ഷനായിട്ട് വെക്കാൻ പറ്റും. ആൻഡ് ഫോർ BTech ഇൻ എനർജി സയൻസ് ആൻഡ് ടെക്നോളജി, മാത്സ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നമ്മൾ +2 പഠിച്ചിരിക്കണം. മാത്സ് ഫിസിക്സ് കെമിസ്ട്രി +2 പഠിച്ചിരിക്കണം. ആൻഡ് along with that you have to choose mathematics, physics as mandatory domain. Plus you can either choose chemistry or biology or environmental science or computer science. ഇതിൽ നാലിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതിയാവും. ആൻഡ് ഫോർ BTech ഇൻ മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി, സിമിലർലി നമ്മൾ പറയുന്ന പോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ് PCM ഈ 3 സബ്ജക്ട്സ് നമ്മൾ +2 ചൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ട് നമുക്ക് പറയുന്ന 2 ഡൊമൈൻ എന്ന് പറയുന്നത് മാത്സും ഫിസിക്സും ആണ്. പ്ലസ് യു ക്യാൻ ചൂസ് കെമിസ്ട്രി ഓർ ബയോളജി ഓർ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഓർ കമ്പ്യൂട്ടർ സയൻസ്. ഈ 4 ഡൊമൈനിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടെ ചൂസ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 3 ഡൊമൈൻ ആയിരിക്കും നമുക്ക് എഴുതേണ്ടി വരിക. ആൻഡ് ഫോർ BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, യു ക്യാൻ ചൂസ് മാത്സ്, ഫിസിക്സ്, സിമിലർ ആണ് ഓൾമോസ്റ്റ്. മാത്സും ഫിസിക്സും ചൂസ് ചെയ്യുക. പ്ലസ് യു ക്യാൻ ചൂസ് ഏതർ കെമിസ്ട്രി ഓർ ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ്. ആൻഡ് ഫോർ BTech ഇൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ഇതുപോലെ തന്നെ മാത്സും കെമിസ്ട്രി ആണ് ഇവിടെ മാൻഡേറ്ററി ആയിട്ട് വരുന്നത്. നേരത്തെ നമ്മൾ കണ്ട മാത്സും ഫിസിക്സും ആണെങ്കിൽ ഇവിടെ മാത്സ് ആൻഡ് കെമിസ്ട്രി ആണ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് വരുന്നത്. ആൻഡ് യു ക്യാൻ ചൂസ് എനി ഡൊമൈൻ ഫ്രം ഫിസിക്സ്, ബയോളജി ഓർ എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ഇതിൽ 3 ഏതെങ്കിലും ഒരു ഡൊമൈനും ചൂസ് ചെയ്താൽ മതിയാകും. ഇതെല്ലാം സയൻസ് സ്ട്രീമിലുള്ള കുട്ടികൾക്ക് മാത്രം ആപ്ലിക്കബിൾ ആണ് ഈ BTech എല്ലാം വരുന്നത്. ബാക്കി ഉള്ള പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ മറ്റു കോഴ്സുകളൊന്നും അവർ സ്ട്രീം അവർക്കൊരു ഇഷ്യൂസ് അല്ല. കാരണം നമ്മൾ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും എനിവൺ ക്യാൻ അപ്ലൈ എന്നാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ മറ്റു കോഴ്സുകൾ പറയുന്നത്. പക്ഷേ ഫോർ BTech നമുക്ക് മിക്കവാറും കോഴ്സുകൾ, എല്ലാ കോഴ്സുകളും തന്നെ നമ്മൾ സയൻസ് സ്ട്രീമിലുള്ളതാണ്. അതിൽ മിക്കവാറും കോഴ്സുകൾ ഫിസിക്സും മാത്സും മാൻഡേറ്ററി ആയിട്ട് എടുത്തവർക്ക് ഉള്ളതാണ്. ഓൾസോ ദർ ഇസ് ആൻ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ BTech പ്ലസ് MBA ഒരു പ്രോഗ്രാം ആയിട്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അത് 5 year ഇന്റഗ്രേറ്റഡ് BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം ആണ്. ഇവിടെ നമ്മൾ എടുക്കേണ്ട ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആണ്. ആൻഡ് ദ സ്റ്റുഡൻസ് ഹു ഹാവ് സ്റ്റഡീഡ് മാത്ത് അല്ലെങ്കിൽ ബിസിനസ് മാത്ത് ഉള്ളവർക്ക് എലിജിബിൾ ആണ്. ആൻഡ് ഫൈനലി ഫോർ ദ 5 year ഇന്റഗ്രേറ്റഡ് MA സോഷ്യൽ ആൻഡ് എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ, SEAL എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ. ഇതിൽ ഒരേ ഒരു ഡൊമൈൻ മാത്രം നമുക്ക് ചൂസ് ചെയ്താൽ മതി. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഇതിൽ ഒരേ ഒരു ഡൊമൈൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സസ് ആൻഡ് ദ ഡൊമൈൻസ് വിച്ച് വി ഹാവ് ടു മാപ്പ് അക്കോർഡിംഗ് ടു ദ CUT UG നോട്ടിഫിക്കേഷൻ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.